ആദ്യം തന്നെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിടുക്കാച്ചി നമസ്കാരം ആയിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ, അതാണ് മെയിൻ. അപ്പോൾ ഇന്നൊരു കിടുക്കാച്ചി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് ഭട്ടൂര. അതെ, കൂടെ ചെന മസാലയും കാണുമ്പോൾ തന്നെ കൊതിയാകുന്നില്ലേ. ഇത് കഴിക്കാൻ വേണ്ടി ഇനി റെസ്റ്റോറൻറ്റുകളിലേക്ക് ഉടനെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. വെറും സിമ്പിൾ മെത്തഡാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തീ പിടിപ്പിക്കാം. അതിനുശേഷം ഉരുളി ചൂടാക്കാൻ വെക്കാം. ഉരുളി ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഇച്ചിരി എണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല സ്റ്റൈലായിട്ട് ഒഴിച്ച ശേഷം അതിലേക്ക് ജീരകം അങ്ങ് ഇട്ടങ്ങ് ഇതുപോലെ ആക്കുക. ശേഷം ഓൾ ഗരം മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് ഇഞ്ചി ചെറുതായി എരിഞ്ഞ് ഇട്ട് കൊടുത്ത് ഇതുപോലെ അങ്ങ് വരട്ടിയെടുക്കുക. ഇഞ്ചി വരണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി അതുപോലെ തന്നെ നല്ല സ്റ്റൈലായിട്ടങ്ങ് വരട്ടുക. വരണ്ട ഒരു പരുവായി വരുമ്പോഴേക്ക് സവോള ചെറുതായി അരിഞ്ഞതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി കൂടി ഉപ്പും കൂടെ ഇട്ട ശേഷം പെട്ടെന്ന് വാടിയെടുക്കാൻ വേണ്ടിയാണ് ഇവനെ ഇട്ട് നല്ലവണ്ണം അങ്ങ് റോസ്റ്റ് ചെയ്യുക. കണ്ടല്ലേ, ഇതുപോലെ കളറാകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടല്ലേ, ആ സമയത്ത് അതിൻ്റെ മുകളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് ഒന്ന് വരട്ടിയെടുക്കുക. ഒന്ന് വരണ്ട് ഈ രൂപത്തിലൊക്കെ ആയ ശേഷം അതിലേക്ക് ചെറുതായി എരിഞ്ഞ തക്കാളിയും കൂടെ എടുത്തൊരു മറിക്കുക. തക്കാളി ഇതുപോലെ തന്നെ വരട്ടുക. ഇതിൻ്റെ അളവെന്നൊക്കെ പറഞ്ഞാൽ ഈ കാണുന്നതൊക്കെ ആയിരുന്നു അളവ് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ പോഷൻ കുറയുന്നതനുസരിച്ച് അളവും കുറയ്ക്കുക. ഇത്രയ്ക്ക് ഉള്ളന്നേ നേരെ പച്ചമുളകും കൂടെ ഇട്ടൊരു മറിക്കുക. പച്ചമുളക് ഇതിനകത്ത് ഇങ്ങനെ നല്ല വണ്ണം വരട്ടുക. പിന്നെ കൂടുതൽ നല്ല നല്ല വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കാശ്മീരി ചില്ലി പൗഡർ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ശേഷം ചെന മസാല, ഇത് മൂന്നും കൂടെ ഇട്ട് ഇങ്ങനെ ഒന്ന് വരട്ടിയെടുക്കുക. കണ്ടല്ലേ, അപ്പോൾ പച്ചപ്പൊക്കെ ഒന്ന് മാറി ആ ഒരു നല്ലൊരു ടേസ്റ്റായി വരും. ആ സമയത്ത് ടൊമാറ്റോ പ്യൂരിയോ അല്ലെങ്കിൽ ടൊമാറ്റോ മിക്സിക്കകത്തിട്ട് പേസ്റ്റാക്കിയ സാധനം എടുത്തത് ഇതുപോലെ ഒരു മറിക്കുക. എന്നിട്ട് അവനെയും ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ, നല്ലവണ്ണം. അല്ല ഒരു പച്ചച്ചോവ ഉണ്ടാവും. ശേഷം പ്രഷർ കുക്കറിലിട്ട് നല്ലവണ്ണം ബോയിൽ ചെയ്താൽ, നല്ല കട്ടയ്ക്ക് ബോയിൽ ചെയ്താൽ ചെന മസാല എടുത്തിട്ട് മറിക്കുക. എന്നിട്ട് ഇതിലിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക. ചെന മസാല ബോയിൽ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട സാധനം, കുറച്ച് നേരം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യണം, ഉപ്പൊക്കെ ഇട്ട്. അതിന് ശേഷം വേണം പ്രഷർ കുക്കറിൽ വേവിക്കാൻ. എന്നിട്ട് ഇവനൊന്ന് വെന്ത് രൂപമായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് തിക്കാക്കി എടുക്കുക. ഇതിന് ശേഷം കുറച്ച് ജീരകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ, എന്നിട്ട് ഇത് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യുക. ഇപ്പം നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. എൻ്റെ ചങ്ങാതി വേറെ ലെവലാണ് സംഭവം കേട്ടോ. ചെന മസാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യ ആണെങ്കിൽ മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് ഭട്ടൂരും ചെന മസാലയും. അല്ലേ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ. ലാസ്റ്റ് ആ ക്രീമും കൂടെ ഇട്ടൊരു പിടുത്തം കൂടെ. വീട്ടിൽ ക്രീമൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമൊന്നും, ഇത് ഇല്ലെങ്കിലും സംഭവം വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി പറയാം. ഇത് ലാസ്റ്റ് ഒരു ഇച്ചിരി ബട്ടറും കൂടെ ഇട്ട് കഴിയുമ്പോഴേക്ക് സംഭവം കിട്ടുക സാധനമായി. ഇപ്പം ഇതൊന്ന് തൊട്ട് നോക്കി നോക്ക് സംഭവം എങ്ങനെയാണെന്ന്. ഇതൊന്നും ഇട്ടില്ലാലും ഈ സാധനം വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് കുറച്ച് കൊറിയാണ്ടറും കൂടെ ഇട്ട ശേഷം വേറൊരു പാത്രം എടുക്കുക, ഇച്ചിരി ഗീ ചൂടാക്കുക. എന്നിട്ട് ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്ത ശേഷം ഇതിന് മുകളിലേക്ക് ഇങ്ങനെ തടുക്ക പോലെ ഇട്ട് കൊടുക്കുക. ശേഷം ആ സമയത്ത് നമുക്ക് ഭട്ടൂര ഉണ്ടാക്കാം. 1 കിലോ മൈദ എടുത്തു, അതിലേക്ക് ഒരു 200 ഗ്രാം മതി റവ എടുത്തിട്ട് മറിക്കുക. ശേഷം ഉപ്പും പഞ്ചസാര ഇട്ട് കൊടുക്കുക, കുറച്ച് ഗീയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ ഇങ്ങ് മിക്സ് ചെയ്യുക. ഇതുപോലെ മിക്സ് ചെയ്യുക. കുറച്ച് തൈര് വേണമെങ്കിൽ ചേർത്തു, കുറച്ച് തൈരും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങൾക്കറിയാമല്ലോ, സാധാരണ ചപ്പാത്തിയും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള രൂപത്തിലും ഭാവത്തിലൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ കുഴച്ച് രൂപത്തിലാക്കി ഒരു സോഫ്റ്റ് ഡോ ആക്കി മാറ്റുക. ഹാർഡായിക്കില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കി മാറ്റണം. ആ സമയത്ത് നമ്മുടെ ചാനലിൽ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിടുക്കാച്ച് വീഡിയോകൾ കിടപ്പുണ്ട്. ബിരിയാണി, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ഈ വക സാധനങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ അടിയിൽ കിടപ്പുണ്ട്. നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ ഡോ ആക്കി പിടിച്ച് വെക്കുക. എന്നിട്ട് ഇച്ചിരി നെയ്യ് അതിൻ്റെ മുകളിലേക്ക് തേക്കുക, അല്ലെങ്കിൽ ബട്ടർ തേക്കുക. ശേഷം കുറച്ച് നേരം ഒരു അരമണിക്കൂർ വെച്ചേക്കുക. അത് പ്രൂഫായി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഈ ഡോ ശ്രദ്ധിക്കേണ്ട സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ, ഹാർഡായിരിക്കല്ലേ, സോഫ്റ്റ് ആയിരിക്കണം. എന്നിട്ട് ഇവനെങ്ങ് ഞാനിപ്പോൾ തൽക്കാലം 4ആയിട്ടും കട്ട് ചെയ്യാം. നിങ്ങൾ 4, 8, 10 ആയിട്ട് കട്ട് ചെയ്തു കേട്ടോ. ഞാനിപ്പോൾ 4ആയിട്ട് കട്ട് ചെയ്യാം, കാരണം വലിയ ഭട്ടൂര ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഭീമാരമായൊരു ഭട്ടൂര. ഇതുപോലെ അങ്ങ് തിന്നായിട്ട് പരത്തണം. ഭട്ടൂര പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തിന്നായിരിക്കണം. തിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഭട്ടൂര ഫ്ലഫി ആയിട്ട് വരത്തില്ല. അതുകൊണ്ട് നല്ല തിൻ ഷീറ്റായിട്ട് അങ്ങ് പരത്തുക. മൈദ ഇടണ്ട. മൈദ ഇട്ട് കഴിഞ്ഞാൽ ഓയിൽ എല്ലാം കൂടെ കരിഞ്ഞൊരു പരുവായി പോകും ഓയിൽ. അതുകൊണ്ട് മൈദ ഇടാതെ എണ്ണയിൽ തന്നെ ഇങ്ങനെ പരത്തിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സാധനം നല്ല പപ്പടം വരുന്ന പോലെ പൊങ്ങി വരും. കണ്ടില്ലേ, നല്ല സൂപ്പർ ഭട്ടൂരയല്ലേ. എന്നിട്ട് ഇവനെ ഇങ്ങനെ നല്ല കറക്റ്റായിട്ടൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. ചങ്ങാതി ഇപ്പോൾ കൊതി വരുന്നുണ്ടെന്ന് എനിക്കറിയാം എല്ലാവർക്കും. എന്നിട്ട് നമ്മൾ റെഡിയായിരിക്കുന്ന ചെന മസാല ഒന്ന് ചൂടാക്കുക. ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ലാഡിൽ ഇങ്ങനെ അങ്ങ് കോരിയെടുക്കുക. എന്നിട്ട് ആ കോരി എടുത്തിട്ട് നേരെ ഭട്ടൂര മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക.
ഇപ്പോൾ ആവി ഉറക്കുന്നത് വട്ടൂരയ്ക്കകത്ത് ആവി ഉറക്കുന്ന ചന മസാല സ്മെല്ലും കൂടെ വരുമ്പോൾ എൻ്റെ ചങ്ങാതി വേറെ ലെവലായി ഇപ്പം തന്നെ കഴിക്കാൻ തോന്നി. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി സവോളയും ഒരു ഇച്ചിരി പച്ചമുളകും കൂടെ ഇട്ട് ഒരു ഇച്ചിരി കൊറിയാണ്ടറും കൂടെ ഇട്ട് കഴിയുമ്പോൾ സംഗതി വേറെ ലെവലായി എൻ്റെ ചങ്ങാതി. എന്നിട്ട് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ആ ചന മസാലയിലേക്ക് ഒരു പിടുത്തങ്ങ് പിടിച്ച് ഇതുപോലെ കോരി എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് കണ്ണടച്ചങ്ങ് ഒരു പിടുത്തങ്ങ് പിടിക്കുക എൻ്റെ ചങ്ങാതി. ആ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് വരെ തള്ളി വരുന്നുണ്ട് വെളിയിലേക്ക്. സംഭവം വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. ഒന്നും നോക്കണ്ട, നിങ്ങൾ വീട്ടിൽ ഇപ്പം തന്നെ എടുക്കുക, മൈദ എടുക്കുക, ഇച്ചിരി കാബുളിച്ചരയും മേടിക്കുക, ഈ സാധനം ഉണ്ടാക്കി വൈകുന്നേരം ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി എൻ്റെ ചങ്ങാതി. എന്നിട്ട് അഭിപ്രായം പറ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ മറക്കരുത് എൻ്റെ ചങ്ങാതി.